എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് വിത്ത് ബട്ടർ ഗാർലിക് സോസാണ് പലരുടെയും ആവശ്യം അനുസരിച്ചിട്ട് ഞാനിതിപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോവാന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നല്ല കാളാഞ്ചി ഫിഷ് കുറച്ച് കട്ടിയുള്ള സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ട് നമ്മളതിനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് പെപ്പറും ഉപ്പും മാത്രം മതി. അതിൽ നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 15 മിനിറ്റ് തൊട്ട് മിനിമം 15 മിനിറ്റെങ്കിലും വെച്ചേക്കണം. എന്നാലേ അതിൻ്റെ മീൻ കഷ്ണത്തിൽ ഇതെല്ലാം പിടിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ സോസിൽ ബാക്കി ഉപ്പൊക്കെ ആഡ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് നമ്മളിത് പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ആ പെപ്പറും സോൾട്ടും പറ്റി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും, പകുതി ഓയിലും പകുതി ബട്ടറും വേണം നമുക്ക് അതിനകത്ത് ചൂടാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് അതിന് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് മീൻ അതിനകത്തിട്ട് പാൻ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആ പെപ്പറും സോൾട്ടും പരട്ടി വെച്ച മീനിനെ ജസ്റ്റ് ഒരു മൈദയിലൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. അധികം മൈദാപ്പൊടിയൊന്നും അതിനകത്ത് ആവണ്ട. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കോട്ടഡ് ആയിട്ട് വിധത്തിൽ നമുക്കതിനെ ആ ബട്ടറിലും ഓയിലും മിക്സ് ആയിട്ടുള്ള ആ ഓയിലിട്ടിട്ട് നമുക്കതിനെ രണ്ട് സൈഡും നല്ല ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡും ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് നമ്മളൊരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ബാക്കി നമുക്കതിനെ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൻ്റെ ആ പോർഷൻ സീലായിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗവും കൂടെ സീലായി കഴിഞ്ഞിട്ട് വേണം മീഡിയം ഹീറ്റിൽ ഒരു 15 മിനിറ്റ്സ് മതി മാക്സിമം. അതുകൊണ്ട് നമ്മുടെ മീൻ നമുക്ക് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ കഷ്ണമൊക്കെ റെഡിയായിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ക്രിസ്പും അകം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന മീൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. അതിനെ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി നമുക്കതിൻ്റെ സോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ട് പോകാം. അതും വളരെ എളുപ്പമാണ്. ഈ ഡിഷിൻ്റെ പേര് തന്നെ ബട്ടർ ഗാർലിക് ഫിഷ് എന്നാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടറും ഓയിലും ചൂടാക്കി അതിനകത്തോട്ട് വളരെ ചോപ്പ് ചെയ്ത ഷാലറ്റ്സ്, അതായത് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ആ ബട്ടറിലും ഓയിലും കിടന്ന് നല്ലൊരു ബ്രൗൺ ആവണം. അത് കഴിഞ്ഞ് ഒരു കപ്പ് ക്രീം ആഡ് ചെയ്ത് ക്രീമിനെ നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം. അത് നന്നായിട്ട് ഹീറ്റാക്കണം. ഹീറ്റായി കഴിഞ്ഞിട്ട് അതിൻ്റെ തീ ഒന്ന് മീഡിയം ആക്കണം. അതിനെല്ലാം കൂടെ യോജിപ്പിച്ച് ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ആ ക്രീമെല്ലാം മിക്സായി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും ഇട്ട് കൊടുക്കണം. ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു വിസ്ക് എടുത്തിട്ട് വിസ്ക് വെച്ച് യോജിപ്പിച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. നല്ല വിസ്കായിട്ട് വരും. അതിനകത്തോട്ട് നമ്മൾ നാരങ്ങാ നീര് ഏകദേശം ഒരു 2 നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. വിസ്ക് ചെയ്തുകൊണ്ട് വേണം നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് സ്പ്ലിറ്റ് ആവില്ല. നല്ല രസമായിട്ട് നല്ല തിക്ക് സോസായിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതായി പറഞ്ഞത് ബട്ടർ ഗാർലിക് സോസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഫിഷിൻ്റെ കൂടെയാണ് നന്നായിട്ട് പോകുന്ന, അതായത് സീ ഫുഡിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് പോകും. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനലായിട്ട് കുറച്ച് ഒരു പിഞ്ച് ഷുഗറും കൂടെ ആഡ് ചെയ്താലാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് കോൾഡ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യാം. വിസ്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടും. പിന്നെ ഫൈനലായിട്ട് കുറച്ച് ചോപ്ഡ് പാഴ്സലും കൂടെ ഇട്ട് കൊടുത്താൽ ഈ ഫിഷിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഫിഷ് സോസും റെഡിയായി. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊട്ടാറ്റോ നല്ല ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് അതിനെ നമുക്ക് ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഞാനിപ്പോൾ ക്യാരറ്റും ബ്രൊക്കോളി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫിഷിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന വെജിറ്റബിൾസ്. റോസ്റ്റ് പൊട്ടറ്റോസും വെജിറ്റബിൾസും കൂട്ടി വേണം നമ്മുടെ ഫ്രൈഡ് ഫിഷ് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുമല്ലോ. താങ്ക് യു.